ആരാധന. കൈകൾ വീശി ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ജീവിക്കുന്നവനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വപൂർണ്ണനായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളോട് ചേർന്ന് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ
കർത്താവേ, സുഖപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, ഭാരങ്ങളെ എടുത്തു കളയണമേ കർത്താവേ. നാടിനെ സമാധാനപ്പെടുത്തണമേ കർത്താവേ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകത്തിലുള്ള എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ആരെല്ലാം കർത്തൃസന്നിധിയിലായിരിക്കുന്നുവോ അവരെല്ലാം ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവിക നിമിഷമാണ്. സ്തുതി നിനക്ക്. ആരാധനയുടെ അഭിഷേകം ഉണ്ടാകത്തുള്ളൂ. അക്ഷരങ്ങളും പാട്ടൊക്കെ അറിയാമെങ്കിൽ ആർക്കും പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഫ്രൂട്ട്ഫുൾ പ്രേയർ, ഫലസമ്പന്നതയുള്ള ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തോടു കൂടി നമ്മൾ ആരാധിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ അങ്ങയോടുള്ള സ്നേഹത്താൽ ഗലാത്യർ 5:22 പ്രകാരം പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്തോടെ ആരാധിച്ച് അഭിഷേകം പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, അതീവ സ്നേഹത്തോടെ അമ്മയിൽ ഈശോയോടുണ്ടായിരുന്ന അതേ സ്നേഹത്തോടെ ഈശോയെ ആരാധിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സഹായിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ആപത്തിനു പട്ടിണിക്ക് വാളിനു. ഇപ്പം നമ്മൾ റോമാലേഖനം 8:35 അച്ഛൻ്റെ മനസ്സിൽ ആരാധന സമയത്ത് കർത്താവ് തന്ന വചനം. റോമ 8:35, അതായത് ആപത്തിനോ പട്ടിണിക്കോ വാളിനോ ഈ ലോകത്തുള്ളതിനോ വരാനിരിക്കുന്നവർക്ക്, അതായത് ആർക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും. പ്രൈസ്. അത് നമ്മളിങ്ങനെ വചനം ഈ വചനം ഒരു 1000 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ കഥയില്ല. എത്ര പ്രാവശ്യം കേട്ടെന്നുള്ള ഒരു കഥയില്ലാത്ത കാര്യമാണ്. വെദർ യു ഹേർഡ് ഇറ്റ് വിത്ത് അനോയിൻമെൻറ്റ്, നീ അത് അഭിഷേകത്തിലാണ് കേട്ടിരിക്കണേ. വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് കർത്താവിനോട് ചോദിക്കേണ്ടത്, കർത്താവ് ഈ വചനം ഗ്രഹിക്കാൻ എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകിയതുപോലെ എനിക്കും വെളിച്ചം നൽകണമേ. സോ ദാറ്റ് മൈ ഹാർട്ട് മേ ബി എൻകിൻഡിൽഡ്. ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവേ, എമ്മാവുസിലേക്ക് മ്ലാനവദനരായി പോയ അപ്പോസ്തലന്മാരുടെ അവർക്ക് വചനം പങ്കുവെച്ച് ശ്രമിക്കാന് അഭിഷേകം കൊടുത്തതുപോലെ എനിക്കും വചനം വചനം ശ്രമിക്കാനുള്ള അഭിഷേകം തന്ന് എന്റെ ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഇത് കാറ്റിൻ്റെ സ്വരം പോലെ നിങ്ങൾ മനസ്സിലാക്കണം. കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. അഭിഷേക ആരാധനയിൽ കേൾക്കുന്നത് എന്താണ്? ആത്മാവിൻ്റെ സ്വരം. അതെവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ലേ. കാറ്റിൻ്റെ സ്വരം മാത്രം നിങ്ങൾ കേൾക്കുന്നു. ആരാധന നിമിഷങ്ങളൊക്കെ കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. പാട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും ആത്മാവിൻ്റെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ. അത് കാരണം അത് മൂലം ഞാൻ ശരിക്കും അങ്ങയെ അറിഞ്ഞ് ആരാധിക്കട്ടെ. എന്താണെന്ന് അറിയാമോ അങ്ങനെ പറയണത്? അറിഞ്ഞ് ആരാധിക്കുമ്പോഴേ, എന്തിനാ അച്ഛൻ അങ്ങനെ എപ്പോഴും പറയണം അറിഞ്ഞ് ആരാധിക്കണം? അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് അഭിഷേകം ഉണ്ടാകുന്നത്. ഈ അഭിഷേകം ഉണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയാവോ? പല കാര്യങ്ങളും നമ്മൾ എന്ത് തീക്ഷ്ണമായ കാര്യങ്ങൾ വന്നാലും അതിൻ്റെ പൊള്ളൽ നമ്മൾ അനുഭവിക്കത്തില്ല. അതാണ് അഭിഷേകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അത് ആരാധനയിലാണ് കൂടുതൽ വരുന്നത്. ഒരഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു രസമുണ്ടായി. എൻ്റെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവർ എന്നെ ഈ ദിവസങ്ങളിൽ കാണാൻ വന്നു. പ്രത്യേക സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ അകന്നിരുന്ന് സംസാരിച്ചു. അവർ ഹസ്ബൻഡും വൈഫും കൂടി കാണാൻ വന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചില സമയത്ത് അങ്ങനെ ഉണ്ടാകും. മനുഷ്യന് പക്വത വരുമ്പോഴേ, ആധ്യാത്മിക മേഖലയിലെ പക്വത വരേണ്ട ഒരു സമയമുണ്ടാകും. അപ്പോഴേ നമ്മളെ ദൈവം നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലി കിട്ടും, അല്ലേ? ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ജീവിക്കേണ്ടി വരും. വീട് കെട്ടി താമസിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ മരണം വരെ ഇവിടെയല്ല, ഇവിടുന്ന് മാറണം, ഇവിടുന്ന് പോകണം, ഇത് വിൽക്കണം, ഇത് ഇങ്ങനെ നമ്മൾ അവിടെ. എന്നിട്ട് ഇത് വിൽക്കണമെന്ന് പറഞ്ഞ് കെട്ടി വന്ന കാലത്ത് പറയണതാണ് ഈ സ്ഥലം വിൽക്കണം, ഇവിടുന്ന് പോകണം. അങ്ങനെ പറഞ്ഞ് അവസാനം അവർ 10-60 വയസ്സായി കഴിയുമ്പോഴും മനസ്സിൽ പറയും ഇത് വിൽക്കണം, ഇവിടുന്ന് പോകണം. അവസാനം അവർ ഇവിടുന്ന് മരിച്ചു പോകും. 10-70 വയസ്സാകുമ്പോൾ അവർ മരിച്ചു പോകും, വിൽക്കാതെ പോകും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ കെട്ടി വന്ന കാലം തൊട്ട് പറയണതാണ് ഇത് വിൽക്കണം, ഇവിടുന്ന് പോകണം. എന്തിനാ ഇവിടെ പോരാ? ഇതിങ്ങനെ ഒരു 70 വയസ്സ് വരെ പറയും. പക്ഷേ അവസാനം അവർ പോകും. പക്ഷേ വീട് സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നെവിറ്റബിൾ ഈവിൾ, അല്ലേ? നമുക്ക് ചില വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സിറ്റുവേഷൻസ്, പശ്ചാത്തലം, സാഹചര്യം, ഇങ്ങനെയുള്ള അപ്രതിഹിതമായ സംഭവങ്ങളുണ്ടാകും. നമ്മൾ എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ അസംതൃപ്തരായി ജീവിക്കും. അതിനാണ് അച്ഛന് അഭിഷേകം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇപ്പോഴേ ചില സമയത്ത് നമുക്കറിയാമല്ലോ, കർത്താവ് ഇപ്പോൾ എബ്രഹാത്തിനോട് പറയണത് എന്താണ്? ഞാൻ കാണിച്ചു തരുന്ന സ്ഥലമെന്നാണ്. അല്ലാതെ നമ്മുടെ ഭർത്താവ് കാണിച്ചു തരുന്ന സ്ഥലം, അമ്മ കാണിച്ചു തരുന്ന സ്ഥലം, അങ്കിള് കാണിച്ചു തരുന്ന സ്ഥലമല്ല. അത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലമായിരിക്കും. നമ്മൾ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് വിധേയമായിട്ടാണ്, നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷെ ചില കാര്യമെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, ദൈവം കാണിച്ചു തരുന്നതായിരിക്കും. അത് നമുക്ക് ഇഷ്ടമില്ലാത്തതുമായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുക, ഇങ്ങനെയുള്ള ജോലി, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുക, ഇനി ഇഷ്ടമില്ലാത്ത വ്യക്തികളുമായിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച് താമസിക്കേണ്ടിയും വരും. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത മക്കൾ ജനിച്ചെന്ന് വരും.
ചില അമ്മമാരുടെ മക്കളുടെ കുരുത്തക്കേടും തോന്നിയ മാസങ്ങൾ, നീ എൻ്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കും. എന്താണ് കാര്യം? എൻ്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ നമ്മുടെ മക്കൾ എൻ്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കണ മക്കളില്ലേ? ഇതിനെല്ലാം ഉള്ള അഭിഷേക സാധ്യതയുണ്ട്. ദിസ് ഈസ് ലൈഫിൽ ഇങ്ങനെ വരും. നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ, ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ, നമ്മുടെ രക്തത്തിൽ തന്നെ ജനിച്ച സംഭവം തന്നെ. ചിലർ പറഞ്ഞു എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതെ വരുന്ന സമയവും ഉണ്ടാകാം. ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും അതൃപ്തി, അസംതൃപ്തി, സങ്കട, നിരാശ, പെയ്തും പിറക്കും പിച്ചും പേയും പറഞ്ഞ് അരവട്ടായിട്ട് നടക്കും. എന്തിനാണ് ഇങ്ങനെ ജീവിതം വട്ടാക്കണത്? ഇതിനെല്ലാത്തിനും ഒരു കറസ്പോണ്ടിങ് അഭിഷേകമുണ്ട്. നമുക്ക് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21:18 തിരുവചനം, അത് അച്ഛനീ പറഞ്ഞ കേസാണ്. കർത്താവ് നേരിട്ട് പത്രോസിനോട് പറയും, നീ ചെറുപ്പമായിരുന്നപ്പോഴേ നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നീ സഞ്ചരിച്ചിരുന്നു. ചെറുപ്പമായിരുന്നപ്പോൾ, നിനക്ക് പ്രായം വെച്ചപ്പോഴേ, നീ പക്വതയാർന്നപ്പോഴേ നീ കൈ നീട്ടുകയും മറ്റുള്ളവർ നിൻ്റെ അര മുറുക്കുകയും നിനക്കാഗ്രഹമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ദാറ്റ് ഈസ് കർത്താവുമായിട്ടുള്ള പ്രണയത്തിലിരിക്കുന്നൊരു വിശ്വാസിക്ക് എപ്പോഴും ഇതുപോലെ ആഗ്രഹമില്ലാത്ത ഇടമുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞില്ല ആഗ്രഹമില്ലാത്ത കൊച്ചു ജനിച്ചെന്ന്. ആഗ്രഹമില്ലാത്ത കൊച്ചുങ്ങൾ ജനിക്കും ചില സമയത്ത്. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ആയിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ആഗ്രഹമില്ലാത്ത മക്കൾ ജനിക്കുന്ന എത്രയോ പേര് കൊലപാതകളായിട്ട് ജീവിക്കുന്നതാണെന്ന് അറിയാമോ? മക്കളെ കൊന്നുകളയവർ. പന്നിയുടെ സ്വഭാവം, പന്നി വരണ ഇപ്പോൾ 5-10 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2-3 ഗർഭച്ചൂലെന്ന് പ്രസവച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് തിന്ന് കളയത്തില്ലേ? അതുപോലെ തന്നെയാണ് ഈ അബോർഷൻ പാർട്ടി. അവരെ മക്കളെ കൊന്നുകളയും. അതായത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊരു മദ്യശാലകളും തുറന്ന് അബോർഷൻ ക്ലിനിക്കും തുറന്നെന്ന്. ഇന്ന് ഇവരുടെ ഗവർണറിനെ കുറ്റം പറയുന്നുണ്ട് ട്രംപ്. യു ഹാവ് ഓപ്പൺ ദ അബോർഷൻ ക്ലിനിക്സ് ആൻഡ് ലിക്കർ ഷോപ്പ് ആൻഡ് ചർച്ച് ഇസ് എസെൻഷ്യൽ. നിങ്ങൾ എത്രയും വേഗം ദേവാലയം തുറക്കാൻ അനുവാദം കൊടുക്കണമെന്ന്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബോർഷൻ ക്ലിനിക്കാണ്. സി ദ വേൾഡ് ഈസ് ഗോയിങ്, ദിസ് ഈസ് വേൾഡ്. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അബോർഷൻ വരണത്? അവരുടെ സഹപ്രകടനങ്ങളും ജഡിക ആസക്തികൾക്ക് വേണ്ടി ശാരീരിക ബന്ധം ഉണ്ടായ എപ്പോഴും അവർ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ ആയിപ്പോയി. ദൈവം തന്ന കുഞ്ഞ്, ദൈവം ഉദരത്തിൽ നൽകിയ കുഞ്ഞ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായത് കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവർ അബോർഷൻ ക്ലിനിക്ക് തിരക്കണത് കൊറോണ കഴിയുമ്പോൾ, ലോക്ക്ഡൗണിന് മുമ്പ് തന്നെ. ദിസ് ഈസ് ദ വേൾഡ്. ഇത് അമേരിക്ക മാത്രം സംഭവിക്കുന്ന വിഷയങ്ങളല്ല, എല്ലായിടത്തും സംഭവിക്കണത്. നമുക്ക് എത്രയും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ മരുന്ന് കഴിച്ചും, ചില ആൾക്കാർ നമ്പറിൽ മരുന്നൊന്നും കഴിക്കത്തില്ല, തന്നെത്താൻ വയറായിട്ട് ഇടിക്കും. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അച്ഛൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒക്കെ ആണെന്നൊക്കെ ധരിച്ചാൽ, അല്ലാതെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം മേമ്പൊടിക്ക് വേണ്ടി കുട്ടിത്തമാശകളൊന്നും പറയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, കഥ പോലും പറയത്തില്ല. അപ്പം ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്ത് പോയത് എൻ്റെ മക്കൾ ചിലപ്പോൾ അറിയാതെ, ദൈവത്തെ വേണ്ട വിധത്തിൽ അറിയാത്ത ഒരു കാലമായിരിക്കാം. നിങ്ങൾ അമ്മയോട് പറഞ്ഞ് റിപ്പൻ്റ് ആകണം.
അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈശോനെ അറിയത്തില്ല, എനിക്ക് അത്ര അനുഭവം തോന്നിയില്ല, ഞാനൊരു കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇപ്പം നമ്മളെ ക്ഷമ ചോദിച്ച കൊണ്ട് ദൈവത്തിന് വല്ലതും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. എന്തിനാണ് അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മുടെ അഹങ്കാരം കുറയും. ക്ഷമ ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അഹങ്കാരത്തിലാണ് നിലനിൽക്കുന്നത്. അതാണ് ക്ഷമയുടെ പ്രശ്നം. അല്ലാതെ നമ്മൾ ക്ഷമ ചോദിച്ചതുകൊണ്ട് കർത്താവിന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അപ്പം നമ്മുടെ അഹങ്കാരം കുറയും. ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഞാൻ ഭഗ്നാശനാണ് എന്ന് നമ്മൾ എളിമയോടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മ നൽകാൻ എളുപ്പമാണ്. അതാണ് എൻ്റെ ഗുണം. നമ്മളിപ്പോൾ ഒരു കാലത്ത് മനുഷ്യരല്ലേ, ചിലപ്പോൾ വേണ്ടത്ര അറിവില്ലാത്ത ഒരു കാലം ഉണ്ടാകുമ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അതിനകത്ത് മസിൽ പിടിച്ച് ഞാൻ ചെയ്തത് ശരിയെന്ന് പറഞ്ഞ് നീതീകരിച്ചുകൊണ്ട് നടക്കത്തില്ലേ? പിശാച് എപ്പോഴും നീതീകരണത്തിൻ്റെ ആളാണ്. അയാൾ ചെയ്തത് എപ്പോഴും ശരിയാണെന്ന് പറയുന്ന ആളാണ്. അത് മരണം വരെ പറയാനിട വന്നാൽ അതിനേക്കാൾ വലിയ ശാപമില്ല. അതുകൊണ്ട് അബദ്ധം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ആത്മാവ് നിറയാൻ വേണ്ടി കർത്താവിനോട് മാപ്പ് ചോദിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. സ്നേഹത്തോടെ പ്രാർത്ഥിക്കൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്തിനാ അങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആരാധിക്കണമെന്ന്. ദൈവത്തിലെ 1000 തവണ ആരാധിക്കേണ്ട, ആത്മാർത്ഥമായിട്ട് ഒരു തവണ ആരാധിച്ചാൽ അപ്പോഴേ കർത്താവ് തൊടും. അതാണ് അഭിഷേകത്തിൻ്റെ ഒരു മാനം എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇപ്പം കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട സമയത്ത് പെന്തക്കോസ്തായ്ക്ക് മുമ്പ് ഈശോ ശിഷ്യന്മാരുടെ ശിരസിലേക്ക് ഊതിയില്ലേ? എന്നാ ഈശോ പറഞ്ഞത്? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20:22 ശിഷ്യന്മാർ അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് അരുളി ചെയ്തു. എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 20:22 നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതിൻ്റെ ആഘോഷമായ ഒരു അഭിഷേകമാണ് നമുക്ക് പെന്തക്കോസ്തായിൽ സംജാതമാകുന്നത്. അവിടെ ഈശോ ഉപയോഗിച്ച വാക്ക് ഏതാണ്? റൂഹ. അതേതാ? അത് ഏത് വാക്കാ? അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ച വാക്കാ. ഇപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഒരു വായിക്കണില്ലേ? അതായത് ദൈവമായ കർത്താവ് മണ്ണ് കൊണ്ട്, ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. എന്നിട്ട് അവൻ്റെ നാസികയിൽ റൂഹ ഊതിക്കൊണ്ട് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? അപ്പോൾ ഉടനെ മനുഷ്യൻ കണ്ണ് തുറന്നു, അവൻ തുമ്മി ശ്വാസത്തിലേക്ക് വന്നു, ജീവൻ കിട്ടിയെന്നാണ് പറയണത്. ജീവൻ. അതുപോലെ വീണ്ടും ദൈവം ഊതുകയാണ്. എന്തിനാ ഊതണത്? ജീവൻ കിട്ടാൻ. എന്ത് ജീവൻ? നഷ്ടപ്പെട്ട ദൈവിക ജീവനാ. നഷ്ടപ്പെട്ട ദൈവിക ജീവൻ കിട്ടാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസികയിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ പാപത്തില് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യനെയാണ്
കർത്താവിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട്, കർത്താവിൻ്റെ തിരുമരണത്താൽ പരിഹാരം ചെയ്ത്, അമ്പങ്ങപ്പാടും കുരിശുമരണവുമായിട്ട് തൻ്റെ ശരീരത്തിലേക്ക് പാപത്തിന് ശിക്ഷ ഏറ്റുമേടിച്ചുകൊണ്ട് പരിഹാരം ചെയ്തപ്പോൾ ദൈവതിരുസന്നിധിയിൽ ആ ബലി പ്രസാദാത്മകമായി. അങ്ങനെയാണ് ദൈവിക ജീവൻ റീസ്റ്റോർ ചെയ്യണത്. അതാണ് അപ്പോസ്തലന്മാരുടെ മേൽ അവൻ വിശ്വസിച്ചത്. അതാണ് നമ്മൾ 20-22 വായിച്ചത്. അവൻ യോഹന്നാൻ്റെ സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. എനിക്കിഷ്ടപ്പെട്ടത് എന്താണെന്നറിയാവോ? അതായത് വിശ്വസിക്കുന്നതും അപ്പോൾ അവർക്ക് ദൈവിക ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ജ്ഞാനസ്നാനമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോസ്തലന്മാരെ ഈശോ ജ്ഞാനസ്നാനപ്പെടുത്തിയിരിക്കണം പരിശുദ്ധാത്മാവിൽ. ജ്ഞാനസ്നാനം എന്താണ്? ഉത്ഭവദോഷമുണ്ടെങ്കിൽ കർമ്മദോഷമുണ്ടെങ്കിൽ അതും ഉത്ഭവദോഷവും മാറ്റി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം, അല്ലേ? അപ്പോൾ അവിടെ ഉത്ഭവദോഷം മാറും, ഉപ്പദോഷം മാറും, കർമ്മദോഷവും മാറും. പിന്നെ ആരാകും? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവും. ഈ ഉത്ഭവദോഷം മാറി കർമ്മദോഷം മാറി നമ്മൾ പ്രസാദാത്മകമായ അവസ്ഥയിലായാലുണ്ടല്ലോ, അഭിഷേകം ഉണ്ടാകാൻ എളുപ്പം. അതാണ് ശരിക്കും അഭിഷേകം ഉണ്ടാകാൻ എളുപ്പം. അത് എൻ്റെ മക്കളെ, ഇപ്പോൾ ഞാൻ അച്ഛനീ പറഞ്ഞുകൊണ്ട് വരണം, എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് പരമാവധി പാപാവസ്ഥകൾ ഉണ്ടാവാതിരുന്നാൽ നമ്മൾക്ക് ഹൃദയവേദന കുറഞ്ഞിരിക്കും. മനസ്സിലായ? അതായത് ഇപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരികയില്ലേ? പക്ഷേ നമ്മൾ പാപകരമായ അവസ്ഥയിലാണ് പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ സുഖപ്പെടാൻ താമസിക്കും. ഈ കൊടുത്ത പോയിൻറ്റ് മനസ്സിലായോ? ഇപ്പം നമുക്ക് പാപകരമായ അവസ്ഥയിലാണെന്ന് വിചാരിക്കണത്, അപ്പോഴാണ് നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ സുഖപ്പെടാൻ താമസിക്കും. ഇപ്പം നമുക്ക് ജീവിത പ്രശ്നങ്ങൾ, കടം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകൾ, അസ്വസ്ഥതകൾ, എന്തെങ്കിലും വരിക എൻ്റെ മക്കൾ ഉടനെ ചെയ്യണം. നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, എൻ്റെ മക്കളെ ജീവിക്കുമെങ്കിൽ കത്തോലിക്കനായിട്ട് ജനിക്കണം. എൻ്റെ അമ്മേ, അത് നമ്മൾ അതിൻ്റെ ഭാഗ്യം അറിയണം ശരിക്കും. എന്താണെന്നറിയാമോ? ഈ കുമ്പസാരമേ, ഇപ്പം നമ്മളെ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വിവാദങ്ങളൊക്കെ വരിക, അതൊക്കെ ചുമ്മാ പിശാച് ഇന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മളതിൻ്റെ പേരിൽ നീതീകരിക്കാനൊന്നും ആർക്കും ന്യായീകരണ തൊഴിലാളികളൊന്നും ഇറങ്ങേണ്ട കാര്യമില്ലേ? അതിൻ്റെ ഒരു ആവശ്യമില്ല. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിശ്വാസത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആകണം. നമ്മൾ കുറച്ചുകൂടി സത്യസന്ധമാകണം. മറ്റുള്ളവരെ നീതീകരിക്കുകയും ബോധവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ വിഷയത്തിൽ. കാര്യത്തിൽ ഇതിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമുക്ക് തന്നിരിക്കണതല്ലേ പ്രസാദപരമായ അവസ്ഥയിൽ ജീവിക്കാൻ ഒരു സാഹചര്യം. എന്താ ഒരു കാര്യം പറയട്ടെ, അതായത് ഈ അപ്പോസ്തലന്മാരെ കർത്താവ് ഊതില്ലേ, അപ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിച്ചേ അല്ലേ? അതിനുശേഷം അവർക്ക് ജോലിക്ക് പോയത് എനിക്കറിയാവോ? ഇപ്പം 2022 അപ്പോസ്തലന്മാർ ഊതിയത്, കർത്താവ് നിശ്വസിച്ചത്. അപ്പോൾ അവരുടെ പാപം ക്ഷമിച്ച് പ്രസാദകരമായ അവസ്ഥയിലായ അവർ. ആ പ്രസാദകരമായ അവസ്ഥയിൽ അവർ ജോലിക്ക് പോയി. ജോലിക്ക് പോയിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു രാത്രി. പക്ഷേ കർത്താവ് കടപ്പുറത്ത് വന്നു. അതാണ് പ്രശ്നം, അതാണ് ബന്ധം. കർത്താവ് ഊതില്ലേ? അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ജോലിക്ക് പോകും. ചില സമയത്ത് കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല. പക്ഷേ ഗ്യാരണ്ടി ആരാണ്? കർത്താവ് ഗ്യാരണ്ടി ചെയ്യും. അതാണ് പ്രശ്നം. അതാണ് പ്രസാദപരമായ അവസ്ഥയിൽ ജീവിക്കണതും ജോലി ചെയ്യണതും. ജോലി ചെയ്തിട്ട് മാനുഷികമായ അവരുടെ അധ്വാനം തകർന്നു പോയി, ഗുണമില്ല. അവരുടെ മാനുഷികമായി ഇപ്പോൾ നമ്മൾ 21:11 വായിക്കുന്നുണ്ട് അല്ലേ? 21:11 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവർക്ക്, അതായത് അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അല്ലേ? കർത്താവ് വിശ്വസിച്ചപ്പോൾ പാപക്ഷമ ലഭിച്ചു, ആത്മാവിനെ സ്വീകരിച്ചു, ദൈവിക ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ജോലിയിൽ അവർ പരാജയപ്പെട്ടു. കറക്റ്റല്ലേ? അവർ പറഞ്ഞ രാത്രി അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സാണ് അവർ. ഈ 10 ദിവസമൊക്കെ 8 വയസ്സ് കടലിൽ ചാടിയ പാർട്ടിയാണ്. അങ്ങേർക്കിപ്പോൾ 19 വയസ്സുണ്ട്.
ഈ കടലിൽ രാത്രി പോലും അത് മനുഷ്യൻ പകൽ നിങ്ങൾക്കറിയാമല്ലോ, പകൽ പോയിട്ട് കിട്ടാഞ്ഞിട്ടാണ് മനുഷ്യൻ രാത്രി പോണത്. അവിടുത്തെ ചൂടുള്ള കാലമാണേ. ചൂടുള്ള കാലത്ത് വെള്ളം നല്ല തിളച്ചിരിക്കുന്ന സമയത്ത് പുറമേയുള്ള വെള്ളം തിളച്ചിരിക്കും, ചൂടായിരിക്കും. തിളക്കത്തില്ല, നല്ല ചൂട്, മത്സ്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ താഴെ അടിത്തട്ടിൽ നിൽക്കത്തുള്ളത്. അപ്പോഴതുകൊണ്ടാണ് അവർ പകലും മീൻ കിട്ടാത്തത്. അപ്പുറത്തെ പരസ്യം അടിച്ച കോര വിലക്കൊന്നും അത് കടലിലെ മീതെ അടിത്തട്ട് തൊടാത്തത് കൊണ്ട് മീൻ കിട്ടത്തില്ല. അപ്പോൾ അവരെന്താ ചെയ്യും, രാത്രി വെള്ളം തണുക്കുമ്പോൾ മീൻ മോളി വരും. അപ്പോൾ അതുകൊണ്ട് രാത്രി അവർ പണിക്ക് പോകും. പക്ഷേ ഇപ്പം എന്നാ പ്രശ്നം, രാത്രി പോയിട്ടും അവർക്കൊന്നും കിട്ടിയില്ലെന്നാണ് നമ്മൾ ഇപ്പോൾ 21 അധ്യായല്ലേ, യോഹന്നാൻ 21:8 തൊട്ടുള്ള വചനങ്ങൾക്ക് വായിക്കുമ്പോൾ രാത്രി പോയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ പുരുഷമ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു, പാപക്ഷമ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിലാണ് അവർ പോയത്, പരിശുദ്ധാത്മാവിലാണ് അവർ ജോലി ചെയ്യാൻ പോയത്. പക്ഷേ മാനുഷികമായ അധ്വാനം പരാജയപ്പെട്ടു. കാലാവസ്ഥപരമായിട്ടും രാത്രി മീൻ കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം എന്താ, കടലിൽ മീനില്ലെന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതല്ലേ, ഒപ്രിഷമ സ്വീകരിച്ചതല്ലേ, പാപക്ഷമ കിട്ടിയത്, കുമ്പസാരിച്ച് പാപക്ഷമ കിട്ടിയതല്ലേ, ദൈവത്തിൻ്റെ മക്കളല്ലേ. എന്നാൽ പിന്നെ എന്താ കടലിൽ പോയിട്ട് മീൻ കിട്ടാതെ? കടലിൽ മീനില്ല, ഇല്ലാത്ത മീൻ എന്ത് ചെയ്യും? പക്ഷേ എന്താ പ്രശ്നം, അങ്ങനെ വന്നാലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കണ്ടും പകൽ കർത്താവ് അതിരാവിലെ എത്തും. കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്താൽ മാനുഷികമായ പരാജയങ്ങൾ നമുക്ക് തൊഴിൽ മേഖല ഉണ്ടെങ്കിലും നിൻ്റെ ദൈവം തന്നെ ഗ്യാരണ്ടി, നിൻ്റെ ഉദരത്തിനും നിൻ്റെ ജീവിതത്തിനും അവൻ അതിപ്രഭാതത്തിൽ തന്നെ കടലിലെ അരികി വന്നുകൊണ്ട് നിന്റെ അധ്വാനത്തെ ആശീർവദിക്കും. ഇല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മീൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിൻ്റെ വിശപ്പടക്കും. കൂടാതെ അവൻ തന്നെ കടപ്പുറത്തിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി മീൻ ചുട്ടുതരും, അപ്പം ചുട്ടുതരും. ദാറ്റ് ഇസ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിപ്പോൾ കുറേ മത്സ്യങ്ങളെ കണ്ടില്ലേ ഇപ്പോഴേ ഫിലിമിൽ? അതിൻ്റെ അകത്ത് കരിമീനിനെ പോലെ ഇരിക്കുന്ന മീനും കണ്ടില്ലേ? കരിമീനല്ല, അതാണ് പിറ്റസ് ഫിഷ്. നമ്മളുടെ കരിമീനെ പോലെ ഇരിക്കുന്ന മീൻ ഗലീലിയ കടലിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ, ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുക, അവിടെ പിറ്റസ് ഫിഷ് മാത്രമേ കൊടുക്കത്തുള്ളൂ, അത് പൊരിച്ച് കൊടുക്കും. ഈ പിറ്റസ് ഫിഷിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷാണ് 10 ദിവസം പറഞ്ഞില്ലേ, കടലിൽ പോയി ചൂണ്ടയിടുക, നിനക്ക് ഒരു മത്സ്യത്തെ കിട്ടും, അതിൻ്റെ അകത്ത് ഉള്ളിലൊരു സ്ഥാപീയനുണ്ടാകും, അത് നിനക്കും വേണ്ടി എടുത്ത് കൊടുക്കാൻ പറഞ്ഞില്ലേ, നികുതി കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ആ കരിമീനൊക്കെ പോലെ കാണുന്ന മീനാണ്, പിറ്റസ് ഫിഷാണ്. നമ്മുടെ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. അതായത് വരപ്രസാദ അവസ്ഥയിലായിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിത മാർഗങ്ങളൊക്കെ പരാജയപ്പെട്ടാലും എൻ്റെ മക്കളിപ്പോൾ വരപ്രസാദ അവസ്ഥയിലായിരുന്നാൽ, നിൻ്റെ ജീവിത മാർഗങ്ങളിൽ ഒരു 10 പൈസ വരുമാനം ഉണ്ടാകാനോ നിനക്ക് ഒരു സാധ്യതയില്ലെങ്കിൽ പോലും നിൻ്റെ ദൈവം നിൻ്റെ അധ്വാനത്തിൻ്റെ കടപ്പുറത്തേക്ക് ബൈ പേഴ്സൺ വരും. പാപാവസ്ഥ എന്നിട്ട് ഇപ്പം കണ്ടില്ലേ, എന്ത് കിട്ടിയാലും ഒരു ഭയങ്കരമായൊരു വചനം അവിടെ എഴുതിയിട്ടുണ്ട് യോഹന്നാൻ. അതായത് അവരുടെ വല ഇപ്പം 21:11 ഇത്രയേറെ മത്സ്യങ്ങൾ കിട്ടിയിട്ടും അവരുടെ വല കീറിപ്പോയില്ല. പ്രൈസ് ദി ലോർഡ്. അത് നിസ്സാര കാര്യമല്ലത് ശരിക്കും. ഇത്ര അധ്വാനിച്ചിട്ട് വല കീറിപ്പോച്ചെങ്കിൽ എന്ത് പറ്റിയേനും? എല്ലാ മീനും കടലിൽ തന്നെ പോയേനും. അപ്പോൾ വല മത്സ്യം കിട്ടുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിഷയമാണ് വല കീറാണ്ടിരിക്കുന്നത്. മത്സ്യം കിട്ടണ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വല കീറാണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചിലർ പറഞ്ഞു ഓവർസീർ അല്ലെങ്കിൽ എൻജിനീയർ, അയാൾക്ക് 1,60,000 ഇപ്പം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നില്ല, ഒരു സച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ 1,60,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ ഗവൺമെൻറ് 6 ദിവസത്തേക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി സാലറി ചാലഞ്ച് പറഞ്ഞപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടി.
നിങ്ങൾക്കറിയണോ ഈ ലോകം എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? ഇനി ഗവൺമെൻറ്റിന് ജോലി ആവശ്യമില്ലാത്തൊരു കാലം കേരളത്തിൽ വരും. ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം ഗവൺമെൻറ് ജോലി എന്നല്ലേ. ഗവൺമെൻറ് ജോലി ആവശ്യമില്ല. ഗവൺമെൻറ്റിന് ആരെയും തോന്നുണ്ടാക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഇതെല്ലാം പ്രൈവറ്റ് ചെയ്യും. അല്ല, രാജ്യത്ത് നിൽക്കാൻ കളിയില്ലാത്തൊരു കാലം ഒരു 50 കൊല്ലത്തിനുള്ളിൽ അത് വരും. കമ്പനീസ് ഗവൺമെൻറ് വികസന പ്രവർത്തനത്തിന് ഇപ്പോൾ കാശില്ലല്ലോ, ശമ്പളം കൊടുക്കാനല്ലേ കാശുള്ളൂ. അതായത് പലപ്പോഴും ഞാനൊരു ജസ്റ്റ് പൊതുസംഭവം ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ 1,60,000 രൂപ നമുക്ക് ശമ്പളം കിട്ടി. അപ്പോൾ നമ്മളുടെ കുടലിന് ക്യാൻസർ വന്നാലോ? നമ്മളൊരു ദാനം, ഒരു 10 പൈസ പോലും ദാനം ചെയ്യത്തില്ല, ഒരു മനുഷ്യന് കൊടുക്കത്തില്ല, അറക്ത കൈക്ക് ഉപ്പ് തേക്കത്തില്ല. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊക്കെ ഇങ്ങനെ കേരളത്തിൽ പെരുകണ എന്താ? മനുഷ്യൻ്റെ ഒരു പാപത്തിൻ്റെ ഭാഗമാണത്, ഒരു സംശയമില്ല. രോഗം ദൈവശാപമാണെന്ന് പറയുകയല്ല. അതായത് ചില അണ്ണന്മാർ എത്ര കാശ് കിട്ടിയാലും പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ട് ഗേറ്റും പൊട്ടിക്കളയും. ഗേറ്റിൻ്റെ വേണമെങ്കിൽ മതിൻ്റെ ഉയരവും കൂട്ടും. 12 അടി 20 അടിയൊക്കെ ടിപ്പു സുൽത്താൻ്റെ കോട്ട പോലെ കെട്ടിവെക്കും. മനുഷ്യരകത്ത് കയറ്റത്തില്ല, മനുഷ്യരോട് സംസാരിക്കത്തില്ല. സംസാരിച്ച് പോയാൽ 10 പൈസ ഇല്ലാത്തതിന് കൊടുക്കേണ്ടി വരികയല്ലേ. അത് കാരണം ഇങ്ങനെ ഒരു ദ്വീപ് പോലെ ജീവിക്കണ ആൾക്കാരുണ്ട്. അപ്പോൾ കരളിന്, കുടലിന്, കിഡ്നിക്കൊക്കെ അസുഖം ഉണ്ടാവും. അതുകൊണ്ടുണ്ടാകണമെന്ന് ഞാൻ പറയണില്ല. മനുഷ്യന്മാർ പ്രായമാകുമ്പോഴും പ്രത്യേക സാഹചര്യത്തിലുണ്ടാകുമ്പോൾ രോഗം വരും, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ കയ്യിരിപ്പ് കൊണ്ട് ദൈവ വരപ്രസാദം നഷ്ടപ്പെടുത്തിയാൽ, സഹോദരനെ ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നാൽ, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നാൽ, ഈ പുലികളെല്ലാം പൂച്ചയായി മാറും, പൂച്ചകളെല്ലാം പുലിയായി മാറും. അതായത് നമ്മളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അതായത് ഞാനാണോ എൻ്റെ സഹോദരൻ്റെ അയൽക്കാരനെന്ന് ചോദിച്ചാൽ പിന്നെ അവസ്ഥ അറിയാമല്ലോ. പിന്നെ കായൻ പറയണത് എന്താ? കായനാണിത് ഡയലോഗ് കാശണത് ആദ്യം. പക്ഷേ പിന്നെ കായൻ എന്താ പറയണത്? എനിക്ക് പേടിയാണെന്ന് പറയും. എന്തിനാ പേടിക്കണം നീ? പൂച്ചയൊക്കെ പുലി പോലെ ഇരിക്കണമെന്ന്. അതാണ് സംഭവം. പ്രകൃതി അവനെതിരായി. നീ നിൻ്റെ സഹോദരൻ മറന്നാൽ നിൻ്റെ സാഹചര്യം നിനക്ക് അനുകൂലമാകത്തില്ല, പ്രതികൂലമാകും. അപ്പം നിനക്ക് ഭയം വരും. അവന് ഭയം വരും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സാഹചര്യത്തെ ഇങ്ങനെ ആരും ചോദിക്കാനും പറയാനില്ലാത്ത വലിയ മഹാന്മാരായിട്ട് ജീവിക്കാവുന്ന ഒരു മനുഷ്യൻ കരുതണ്ട. കാര്യം ദൈവത്തിൻ്റെ ഭൂമിയാണത്. ദൈവം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ഇതൊക്കെ പറയണമെന്നറിയാവോ? അതായത് നിങ്ങളായിട്ട് വല കീറാതിരിക്കാൻ വേണ്ടി പറയണതാണ്. ഇപ്പം നമുക്ക് ഒത്തിരി സമ്പത്ത് കിട്ടും. ഇപ്പം കുറേ ആൾക്കാർക്ക് ഈ നമ്മുടെ നാടിനോട് പുച്ഛമായിരുന്നല്ലോ. ഇപ്പം നാട് മാത്രമല്ലേ ഉള്ളു അവരെ സഹായിക്കാനും സന്ധിക്കാനും. അതായത് സ്വയം ഗുണപ്രഭമാരെ മറക്കരുത്, സ്വന്തം സംസ്ഥാനത്തെ മറക്കരുത്, രാജ്യത്തെ മറക്കരുത്. എന്ത് ചെയ്താലും അതെല്ലാം വല കീറണ പരിപാടിയായിട്ട് മാറും അവസാനം. നീ കുറേ അധ്വാനിക്കും, പക്ഷെ ഒന്നും നേടത്തില്ല. അതാണ് ഇങ്ങനെ. അതായത് വരപ്രസാദത്തിൽ ആണ് നമ്മൾ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല കീറത്തില്ല. അതാണ് അപ്പോസ്തലന്മാരുടെ പുസ്തകം. യോഹന്നാൻ 21:11 കണ്ടില്ലേ? ഇത്രയേറെ മത്സ്യം കിട്ടിയിട്ടും അവിടെ വല കീറിയില്ല. വരപ്രസാദത്തിലാണ് ജീവിക്കണതെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം ഒന്നും നഷ്ടപ്പെടത്തില്ല. പറഞ്ഞ മനസ്സിലാകണ്ടോ എനിക്ക്? വരുമാനത്തിൻ്റെ മേലെ കർത്താവ് സാത്താൻ ജോബിനെക്കുറിച്ച് എന്നാ പറയണത്? അവൻ്റെ സമ്പത്ത് ചുറ്റും നീ വേലി കെട്ടില്ലെന്ന് ചോദിക്കണില്ലേ? ജോബ് 1:10 അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വേലി കെട്ടിയില്ല എന്ന് ചോദിക്കണില്ലേ? അത് ദൈവം വേലി കെട്ടിയതല്ലത്. ജോബ് 1:10 എന്താണ്? ജോബ് നല്ല ജീവിതമുള്ളവനായിരുന്നു, വരപ്രസാദമുള്ള ജീവിതമായത് കൊണ്ടാണ് ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടിയത്. സാത്താൻ ആക്രമിച്ചു. ദൈവത്തിൻ്റെ അനുവാദം വേണം അതിന്. വരപ്രസാദം ഉള്ളവൻ്റെ സമ്പത്ത് അവൻ്റെ വല കീറണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം ഉണ്ടാകണം.
ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം റീസ്റ്റോർ ചെയ്യേണ്ടി വന്ന അവസാനം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു ജോബിനെ. അപ്പോൾ വരപ്രസാദത്തിൽ അധ്വാനിക്കണം. ഇനി വേറെ രസമുള്ളത് കഴിഞ്ഞാൽ ഈ വല കീറിയ ഏർപ്പാടും ഉണ്ട്. ഈ നിശ്വാസമില്ലേ, നിശ്വാസം കിട്ടുന്ന മുമ്പ് ഇവർ പണിക്ക് പോയായിരുന്നല്ലോ. വരപ്രസാദം കിട്ടുന്ന മുമ്പ് ഇവർ പണിക്ക് പോയായിരുന്നല്ലോ. 5:6 അല്ലേ ലുക്കായുടെ സുവിശേഷം 5:6 എഴുതിയിരിക്കണത് എന്താണ്? അവർക്ക് വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി, പക്ഷെ വല കീറിപ്പോയി. ആ വല വൃത്തിയായിട്ട് കിടക്കാൻ കണ്ടില്ലേ നോക്കി. അവർക്ക് വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി. അവിടെ ഉണ്ടാകും കണ്ടില്ലേ 8:6 ലുക്കായുടെ സുവിശേഷം. അവിടെ വല കീറിപ്പോയി. 5:6 എന്തിനാണ്, എന്താ വല കീറാൻ കാരണം? പത്രോസ് അവിടെ പറയുന്നുണ്ട്, ഞാൻ വരപ്രസാദത്തിലല്ല, എന്നെ വിട്ടു പോകണമെന്ന്. ഞാൻ വരപ്രസാദത്തിലല്ല കർത്താവേ, ഞാൻ പാപിയാണ്. 5:8 ലുക്കായുടെ സുവിശേഷം പറയുന്നില്ലേ, കർത്താവേ എന്നെ വിട്ടു പോകണം, ഞാൻ പാപിയാണ്, ഞാൻ വരപ്രസാദത്തില്ല. വല കീറിയിരിക്കണം കണ്ടില്ലേ, എൻ്റെ അധ്വാനം വെള്ളത്തിൽ പോയത് കണ്ടില്ലേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണം. അതാണ് വരപ്രസാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ യോഹന്നാന്റെ സുവിശേഷം 20:22 അടിയൻ പ്രാർത്ഥിക്കുന്നു, അപ്പോസ്തലന്മാരിലെ നിശ്വസിച്ചതുപോലെ എൻ്റെ മേലും നിശ്വസിക്കണമേ. ഞാനും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ സങ്കീർത്തനം പറഞ്ഞല്ലേ, കർത്താവേ എന്നെ നിശ്വസിക്കണമേ, എനിക്ക് അരൂപിയെ നൽകണമേ, കർത്താവെ അങ്ങയുടെ അരൂപിയെ അയക്കണമേ, ഈ ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ. സങ്കീർത്തനം 130. എന്തിനാണ് അരൂപിയെ അയക്കണത്? സങ്കീർത്തനം 130. കർത്താവെ അങ്ങയുടെ അരൂപിയെ അയക്കണമേ. എന്തിനാണ് അയക്കണത്? ഭൂമുഖം നവീകരിക്കപ്പെടട്ടെ. ജീവശ്വാസം എത്തുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, ഭൂമുഖം നവീകരിക്കപ്പെടുന്നു. ജീവശ്വാസം പരിശുദ്ധാത്മാ പ്രസാദപരത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഭൂമുഖം നവീകരിക്കും. അപ്പം നിങ്ങളവർക്ക് ഭൂമുഖം, ആഫ്രിക്കയുടെ മുഖം, ഭൂമുഖം ഇന്ത്യയുടെ മുഖം, അമേരിക്കയുടെ മുഖം, ഭൂമിയുടെ ഉപരിതലം എന്നല്ല എൻ്റെ അർത്ഥമേ. മനുഷ്യൻ്റെ മനസ്സാണ്. മനുഷ്യൻ്റെ മനസ്സിന് വെളിവ് വരട്ടെ എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണവതാണ്, മനുഷ്യൻ്റെ മനസ്സിന് വെളിവ് വരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ കൊറോണ കൂടിക്കൂടി വരികയല്ലേ അല്ലേ? ശരിക്കും നമ്മൾ 5 കൊറോണ ഉണ്ടായ സമയത്ത് 5 വാതിലും പൂട്ടി അകത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ 5000 കൊറോണ മരണങ്ങളുണ്ടാകുന്ന സമയത്ത് 50 വാതിലും തുറന്ന് പുറത്തേക്ക് ചാടുകയല്ലേ. എന്നിട്ട് ഗവൺമെൻറ് കഴുത്തേക്ക് അറിയണം, പള്ളി തുറക്കൂ, വീട് തുറക്കൂ, ഞങ്ങളെ പുറത്തേക്ക് വരട്ടെ, ഇങ്ങനെ വിമാനം കൊണ്ടുപോവാ, വിമാനത്തിൻ്റെ റേറ്റ് കുറക്കൂ. നിങ്ങൾ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കരുത്, ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കരുത്. അവരാണ് അധികാരികളെ, വേറെ ഒരു ഉദ്ദേശത്തിലുമല്ല ഗവൺമെൻറ് അങ്ങനെ ചെയ്യണത്. ഗവൺമെൻറ് തന്നെ ഇപ്പോഴ് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ സർക്കാരിന് വേണ്ടി മര്യാദയ്ക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എന്തിനാണെന്നറിയാവോ? അങ്ങയുടെ അരൂപിയെ അയക്കുക. ഭൂമുഖം നവീകരിക്കപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ മുഖത്ത് വ്യത്യാസം ഉണ്ടാകാനല്ല, മനുഷ്യൻ നവീകരിക്കപ്പെടണം, അവന് വെളിവ് കിട്ടണം. അധികാരികൾക്കായാലും സമൂഹത്തിനായാലും ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന. സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
അസ്ഥികൾ വളരുന്നവരെ ഈശോ കാണിക്കുന്നുണ്ട്. അസ്ഥികൾ വളരുന്ന, അതായത് ചില അസ്ഥികൾ ഇടയ്ക്കിടായിട്ട് വളരുന്നു, എന്നിട്ട് ശരീരത്തിന് പുറത്തേക്ക് തള്ളി വരാൻ പോകുന്ന പോലെ മുഴ പോലെ കാണിക്കുന്നു. ആ അസ്ഥികൾ മുറിച്ച് കളയേണ്ടി വരേണ്ട അവസ്ഥകളാണ്. അങ്ങനെയുള്ള അസ്ഥികളെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഈശോ കാണിച്ചു തരുന്നത്, നിങ്ങൾ അസ്ഥിവേദന ഉള്ളവരെ, അസ്ഥി ഉന്തി നിൽക്കുന്നവരോ അസ്ഥി തെറിച്ച് നിൽക്കുന്നവരോ പല്ല് പോലും ഇടയ്ക്കിടായിട്ട് വളർന്ന് ചാടി വരുന്നില്ലേ, അങ്ങനെയുള്ളൊരു ആ വശങ്ങളിലേക്കെല്ലാം സ്പർശിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. അമ്മ മാതാവിനോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവെ, അസ്ഥി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ. ഈശോ അസ്ഥി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അസ്ഥി ഉന്തി വരുന്നവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് അമ്മ മാതാവിന് മധ്യസ്ഥല് അസ്ഥി രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. വെളിച്ചം പകരണമേ. Hallelujah, 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 hallelujah. ഈശോ സ്തുതിക്കട്ടെ. കർത്താവേ, 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 നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. മാരക രോഗികളെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം ഈശോ. ഈശോ തൊക്കു രോഗികളെ കർത്താവേ, ചൊറി ചിരങ്ങ് ശരീരത്തിൽ പൊട്ടുന്നവരെ, രക്തം ഒലിക്കുന്നവരെ, വേരിക്കോസുകാരെ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. മക്കളെ, ഈ പാട്ട് എങ്ങനെയാ വന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതായത് സങ്കീർത്തനം 104:30 കർത്താവ് വചനം തന്നപ്പോൾ ഞാനത് നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നപ്പോൾ ബ്രദർ അത് പാട്ടാക്കി മാറ്റിയതാണ്. എന്താണ്? അങ്ങേ അരുവിയയക്കുക ഭൂമുഖം, മനുഷ്യൻ്റെ ഹൃദയം നവീകരിക്കപ്പെടട്ടെ, അതിന് വെളിവുണ്ടാകട്ടെ. ഇപ്പോൾ ഇരുട്ടാണല്ലോ, എന്ത് ചെയ്യണമെന്ന് രാഷ്ട്രങ്ങൾക്കറിയത്തില്ല, സംസ്ഥാനങ്ങൾക്കറിയത്തില്ല. നമ്മൾ വിഷമിക്കുന്നു. നമ്മൾ വിഷമിക്കാതിരിക്കാനും പരിഭ്രാന്തരാകാതിരിക്കാൻ വേണ്ടി അവർ പക്വത പാലിക്കണം അധികാരികൾ. പക്ഷെ അവരും വിഷമിക്കുന്നുണ്ട് ഉള്ളിൽ. എല്ലാ അധികാരികളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു കർത്താവേ. അവർക്കെല്ലാം കർത്താവേ വ്യക്തത കൊടുക്കണമേ കർത്താവേ. ജനങ്ങളെ നയിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള കർത്താവേ, അവരുടെ തെറ്റാത്ത തീരുമാനങ്ങൾ കർത്താവേ രാജ്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എടുക്കാൻ കർത്താവേ സർക്കാർ അധികാരികളുടെ മേലെ കർത്താവിന്റെ വെളിവ് നൽകട്ടെ, കർത്താവിന്റെ കൃപ നൽകട്ടെ, ചൈതന്യം വീശട്ടെ. പ്രിയമുള്ളവരെ, ഭവനങ്ങൾ കാണിച്ചു തന്നിരുന്നു കർത്താവ്. ഞാൻ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഭവനങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഭവനങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഭവനരഹിതരെ ഏൽപ്പിക്കുന്നു നമ്മളെ. ഭവനം ഡിലാപ്പിഡേറ്റഡ് നിൽക്കുന്ന ജീർണാവസ്ഥയുള്ള ഭവനങ്ങളെ നമ്മൾ കർത്താവിന് സമർപ്പിക്കുന്നു. കടലോരത്തുള്ള ഭവനങ്ങളെ, കടൽ കയറിയ വീണ് പോകുന്ന കുറേ ഭവനങ്ങളുണ്ട്. കടലോരത്തുള്ള എല്ലാ ഭവനങ്ങളും, ഇതുപോലെ ഉരുൾപൊട്ടലിൽ നിൽക്കുന്ന ഭവനങ്ങൾ, മലമ്പ്രദേശത്തുള്ള ഭവനങ്ങൾ, ഇടുക്കി അതുപോലുള്ള സ്ഥലങ്ങൾ, സ്ഥിരം ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളില്ലേ, അറിയത്തില്ലല്ലോ. വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം എത്രയോ പാവപ്പെട്ട മനുഷ്യർ ഇതിൽ ആ വീട് കാണാൻ കൂടി ഇല്ലാത്ത രീതിയിൽ 16 അടി താഴെ പോയിട്ടുള്ള വീടുകളുണ്ട്. അത്തരം ദുരന്തങ്ങൾ ഇനി സംഭവിക്കരുത്. സമാധാനത്തെ മനുഷ്യൻ ജീവിക്കാൻ അവിടെ ഒരു രാത്രിയുടെ ഉരുൾപൊട്ടൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ഉരുളപ്പൊട്ടലിൻ്റെ മേഖല താമസിക്കുന്നവരെയും കടലോരങ്ങളിൽ താമസിക്കുന്നവരെയും കർത്താവിൻ്റെ വിശുദ്ധമായ വലതുകരത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഈ നിമിഷം കർത്താവെ, ഞങ്ങൾ കടലോരവാസികളെയും കർത്താവെ മലയോരവാസികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം കർത്താവെ. ഭൂമി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരത്താൽ ഭവനങ്ങളെ സംരക്ഷിക്കണമേ. മക്കളെ, ഉദര രോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഉദര രോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉദരരോഗമില്ലാത്ത ആൾക്കാർ, നിങ്ങൾ വെറുതെ നിങ്ങളിങ്ങനെ ഞാനീ നാട്ടുകാരനല്ലാതെ നമ്മൾ നിൽക്കരുത് കേട്ടോ. കാര്യം ഉദരത്തിൽ രോഗം വന്നാൽ അത് വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തുമാത്രം ആ വേദന അവരനുഭവിക്കുന്നുണ്ടെന്ന്. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കുന്ന ഭക്ഷണം പോകത്തില്ല, എന്തെല്ലാം തരത്തിലാണ്. ചിലപ്പോഴൊക്കെ കുടലൊക്കെ കണ്ടിച്ചു കളയേണ്ടി വരും, പിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. കർത്താവേ, ഇതുമാത്രം മനുഷ്യരെ സൗഖ്യപ്പെട്ട് കൃപാസന സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ മക്കൾ, ദൈവത്തെ ഓർത്ത് വലതുകരം നിങ്ങളുടെ വയറ്റി വെക്കുക.
കർത്താവ് ഇപ്പം നിന്നെ സുഖപ്പെടുത്തുന്ന നീ പൂർണ്ണമായി പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിക്കുക. കർത്താവെ, ഉദരരോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഉദരരോഗമുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉദരരോഗമുള്ളവരെ നിന്റെ തിരുമുറി വാർന്ന് ഉയർത്തെഴുന്നേറ്റ വലത് കരത്താൽ ഈ നിമിഷം സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ഉദരരോഗമുള്ളവരെ യേശുനാമത്തിന് സൗഖ്യമാകട്ടെ. നമ്മൾ വണക്കമാസം നടത്തുമ്പോൾ നമ്മൾ വണക്കമാസത്തിൽ ഓൺലൈനായിട്ട് പ്രാർത്ഥനാ സമർപ്പണം ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ 2 പേർക്ക് കൊറോണ ഉണ്ട്. അത് ഞാൻ കുറച്ച് നേരം സ്റ്റക്കായിപ്പോയി അത് കേട്ടിട്ട്. ഞാൻ അപ്പം തന്നെ കണ്ണീരോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ അതുപോലെയുള്ള എത്തിരി അത് അവർ പ്രാർത്ഥിക്കാൻ അവർക്ക് വിശ്വാസവും അവസരവും ഉള്ളതുകൊണ്ട് തന്ന്. അതുപോലെ അങ്ങനെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകത്തില്ലേ ലോകത്ത് മുഴുവനുള്ളവരെ, ഒരു വീട്ടിൽ പറക്ക് കുറവുള്ളവരെ. ഇപ്പോഴ് അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കണത് എത്രയും വേഗം. അതുപോലെ തന്നെ ഇതുപോലെ വെന്റിലേറ്റർ കിടക്കുന്നവരും ക്വാറന്റൈൻ കിടക്കുന്നവരും എല്ലാവരെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈ നിമിഷം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൊറോണ ബാധിതരായിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും സഞ്ചാരി മാതാവേ കടന്നു ചെല്ലണമേ. അവർ സാക്ഷ്യം പറയാനുള്ള ദൈവിക അടയാളങ്ങളെ നാമത്തിൽ ലഭിക്കട്ടെ. നാമത്തിലെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അല്ലേ? ക്രിമിനൽ ഇസത്തിന് ജാതിയും മതവും ഇല്ലാത്തൊരു കാലം. എന്തെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. മനുഷ്യരുടെ ഹൃദയം സങ്കീർണമായി മാറുന്നു. മനുഷ്യപ്പറ്റ് ഇല്ലാത്ത രീതിയിൽ പാമ്പുകളെക്കാൾ വിഷമുള്ള മനുഷ്യരായി സമൂഹം രൂപാന്തരപ്പെട്ട് വരുന്നത് വല്ലാത്ത ആധിയാണ് നമ്മളെ പിടിപ്പിക്കുന്നത്. വിചിത്രമായ സയൻറ്റിഫിക്കായിട്ടുള്ള കൊലപാതകങ്ങൾ ശ്രേണിയായിട്ട് കേരളം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ മനസ്സ് വളരെ നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു രാജ്യത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ മനുഷ്യൻ വിദ്യാഭ്യാസവും ധ്യാനവും പരിശുദ്ധാത്മാവിനൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ കൂടുതൽ മെച്ചമാകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ സങ്കടപ്പെടുന്ന പല വിഷയങ്ങൾ, അങ്ങനെയുള്ള തിന്മയുടെ ശക്തി നിർവീര്യമാകാൻ വേണ്ടി മനുഷ്യ ഹൃദയത്തിൽ നിന്നും മലയാള ഹൃദയത്തിൽ നിന്നും തിന്മയുടെ ശക്തികൾ നിർവീര്യമാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ രക്തത്താൽ കർത്താവേ കുടില ഹൃദയമുള്ളവർക്ക് മനസ്സാന്തരം നൽകണമേ. കർത്താവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളൊരു ഉടമ്പടി ചെയ്ത് പോയവർ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയണ, അച്ഛാ എന്നാ ഒരു ദൈവാനുഗ്രഹമാണ് ഉടമ്പടി ചെയ്യാൻ പറ്റിയതെന്നാണ് പറയണത്. ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട്. അതെന്നാ കാര്യമെന്ന് അറിയാമോ അങ്ങനെ പറയണത്? ഇപ്പോൾ പള്ളിയും പട്ടക്കാരനൊന്നും ഇല്ലാത്തൊരു കാലമല്ലേ, ശരിക്കും പള്ളി പോകാൻ പറ്റണില്ലല്ലോ. ഓൺലൈനിൽ കുറേ ആൾക്കാർ പരിശുദ്ധ കുർബാന കൂടുന്നുണ്ട്. എൻ്റെ മക്കളെ, എല്ലാവരും ഓൺലൈനിൽ പരിശുദ്ധ കുർബാന കൂടണം. ഇപ്പം അതേ നമുക്ക് മാർഗ്ഗമുള്ളല്ലോ. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടാഞ്ഞ കാലത്ത് മന്ന അപ്പം അല്ലേ, മന്ന അപ്പമാണ് പിതാക്കന്മാർ കഴിച്ചത്. വലിയ രുചിയൊന്നുമില്ല, പക്ഷേ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ് ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓൺലൈനിൽ കുർബാന കൂടുമ്പോൾ നിങ്ങൾ മൊബൈൽ ഇങ്ങനെ കോട്ടുമായിട്ടുണ്ട് നെക്കി കളിക്കണ പോലെ അല്ല. അത് നിങ്ങൾ ടി വിയായിട്ട് കണക്ട് ചെയ്യാൻ പഠിക്കണം.
പിന്നെ തലേദിവസം തന്നെ എഴുന്നേറ്റ് തലേദിവസം തന്നെ കരുതിക്കൂട്ടി കുളിച്ച് റെഡിയായി പള്ളിയിലോട്ട് പോണ പോലെ തന്നെ നമ്മൾ നാളെ മനസ്സൊരുക്കമുള്ളവരായിരിക്കണം. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അല്ലേ മിടുക്കന്മാരായി ദേവാലയത്തിൽ പോകണം. അങ്ങനെയല്ലേ നമ്മൾ വളരെ മിടുക്കന്മാരായി കുളിച്ചൊരുങ്ങി ആ രാവിലെ 7 മണിക്കുള്ള ഓൺലൈൻ കുർബാന വളരെ ഭക്തിയോടെയാണ് നിങ്ങൾ കൂറേണ്ടത്. അല്ലെ നിങ്ങൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് കൊട്ടുവായിട്ടുണ്ട് നെക്കിക്കളിച്ച് അത് കുർബാനയെ ആക്ഷേപിക്കണതാണ്. അപ്പം നിങ്ങൾ കർത്താവിനെ അറിയണം. നിങ്ങൾ മനസ്സൊരുക്കമുണ്ട്, ശരീര ഒരുക്കമുണ്ട്, വൃത്തിയോടും ഭംഗിയോടും കൂടിയാണ് കർത്താവിൻ്റെ കുർബാന കൂടേണ്ടത്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിൽ നമുക്ക് പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ ആകാശത്ത് നിന്ന് മന്നയപ്പം കഴിച്ചതുപോലെ ഈ അടിയന്തരമായ ആത്മീയ അവസ്ഥയില് വിശുദ്ധ കുർബാന ഓൺലൈനിലൂടെ കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത് അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് ആത്മാഭിഷേകം ലഭിക്കാൻ അടയാളം ലഭിക്കാൻ ഇടയാക്കണമേ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ സ്നേഹകാരുണ്യമേ. സന്തോഷത്തോടെ പാടുക. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ സ്നേഹകാരുണ്യമേ. നീ വരൂ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ സ്നേഹകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലർ പറഞ്ഞ അച്ഛാ എന്നാ ഒരു ഭാഗ്യമാണ് ഉടമ്പടി എടുത്ത കാരണം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ വിശുദ്ധിയോടെ ചെല്ലേണ്ടത്. അതുകൊണ്ട് വരപ്രസാദ അവസ്ഥ നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ ആധ്യാത്മികമായ അടിയന്തര അവസ്ഥയിൽ കർത്താവ് ഞങ്ങളെ സംരക്ഷിച്ചതാണെന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാര്യം ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരല്ലാതെ ഇപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോൾ 90 ദിവസം മാത്രമേ ഉടമ്പടിയുടെ ആ ടൈമുള്ളൂ. പക്ഷേ എൻ്റെ മക്കളത് കർത്താവ് നിങ്ങളെ ദൈവാനുഗ്രഹത്തിലും പരപ്രസാദത്തിൽ നിലനിർത്താൻ പറ്റുകയും അമ്മയുടെ മധ്യസ്ഥം നിങ്ങൾ നിലനിർത്തുകയും നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളുമായി ദൈവം കരുണ കാണിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിച്ചെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് കളയരുത് മക്കളെ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ തിരി ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകത്തില്ല. പക്ഷേ എൻ്റെ മക്കൾ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോകണം. നമുക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരല്ല, അവരെന്തിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മേഖലയിലെല്ലാം. ഞാൻ അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് അവരോട് കർത്താവ് അപ്പോസ്തലന്മാരുടെ ഊതി അവർ പാപം ക്ഷമിച്ചു, അവരെ ന്യായസ്ഥാനപ്പെടുത്തി, ഒപ്രഷമ കൊടുത്തു. അതിനുശേഷം അവർ പണിക്ക് പോയി. പക്ഷേ അവർ അധ്വാനത്തിൽ രാത്രി മുഴുവൻ അധ്വാനത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കർത്താവ് ഗ്യാരണ്ടിയാണ് ജീവിതമാർഗത്തിന്. കർത്താവ് പ്രഭാതത്തിൽ വരും. അവർ ഇല്ലാത്ത ഇല്ലാത്ത കടലിൽ നിന്ന് മീൻ പിടിപ്പിക്കും കർത്താവ്. നിങ്ങൾ നിലനിർത്തി തരൂ. അതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഉടമ്പടിയിൽ വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ട കാര്യം. അമ്മയോട് ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആ വിഷയം ചെയ്തത്, അമ്മയുടെ കർത്താവേ, അമ്മയെ എന്നെ സാക്ഷിയാക്കി മാറ്റണമേ, എന്നെ ഈശോയുടെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അമ്മേ എന്നെ ഈശോയുടെ സാക്ഷിയാക്കി മാറ്റണമേ. ഉടമ്പടി ചെയ്ത ഞാനുൾപ്പെടെയുള്ള എല്ലാ മക്കളുടെ മേലും അടയാളങ്ങൾ നൽകണമേ. സാക്ഷ്യം പറയാൻ അവർക്ക് അടയാളം നൽകണമേ, അനുഭവം നൽകണമേ, അതിശയം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ദൈവത്തോടു കൂടി ആയിരിക്കാൻ നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും എൻ്റെ മക്കളെ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, സൗകര്യമുണ്ടെങ്കിൽ മറ്റേ മക്കൾ അവിടെ മുട്ടി നിൽക്കുക. അച്ഛൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദരരോഗികൾ, അസ്ഥി രോഗികൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. മക്കൾ ഇല്ലാത്തവരുണ്ട്. അവരെല്ലാം ഉദരത്തിൽ തൊട്ട് ഈ സമയം സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവർക്ക് കുഞ്ഞുങ്ങൾ നൽകും. ഇത്രയും പേരാണ് 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരല്ലേ അമ്മ മക്കളെ കൊടുത്ത്, 2 മക്കളെയൊക്കെ ഒരുമിച്ച് 3 മക്കളെ ഒരുമിച്ചും കൊടുത്ത് വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടതാണ്. ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കുക, ജോലി നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുക. ഒരു ഹാഫ് ഡേ ജോലിയെങ്കിലും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ വരും എന്ന് വേദനിച്ച്
കൃപാസന അക്കൗണ്ടിലേക്ക് ഫോൺ ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. ഈശോ നിന്റെ തിരുമുറുപാടുന്ന വരദകരം ഞങ്ങൾ ഈ നിമിഷം മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. പുതിയ പെന്തക്കോസ്ത കർത്താവേ, അഭിഷേക കാലങ്ങളിൽ കർത്താവേ, അങ്ങേക്ക് ധാരാളമായി അങ്ങയുടെ മക്കൾക്ക് പരിശുദ്ധാത്മ കിട്ടാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരെല്ലാം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മറക്കട മുഷ്ടിയും വേദനയും പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരെ, കർത്താവെ ജീവിതം മടുത്തുവെന്ന് തോന്നുന്നവരെ, കർത്താവെ ഉറക്കമില്ലാത്തൊരു പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, അസ്ഥി രോഗികൾ, നീര് രോഗികൾ, വാതരോഗികൾ, പാൻക്രിയാസിന് വേദനയുള്ള ആന്തരിക അവയവങ്ങളിൽ കേടുള്ളവർ, ഈശോ അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ ചൊരുകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, a fair finger, soak with the precious blood, I command you, in the name of Jesus Christ, be healed. യേശുവേ 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 സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.